ഹേ ഗായ്സ്, നമ്മളിന്ന് പുറത്ത് പോയതായിരുന്നു ഗൈസ്. ചെവി വേദന കാരണം കാണിക്കാൻ പോയതായിരുന്നു. അങ്ങനെ നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചു തന്നെയാണ്. ഇതാണെങ്കിൽ 5 രൂപേൻ്റെ അരുൺ ഐസ്ക്രീമാണ് ഗൈസ്. പക്ഷേ ഒരു കൊങ്ങില്ല ഗൈസ്, വെറുതെ വാങ്ങിയിട്ട് വെറുതെ പൈസ കളയണ്ട. അതുപോലെ തന്നെ ഇത് 10 രൂപേൻ്റെ അരുൺ ഐസ്ക്രീം ആയിരുന്നു. ഐസ്ക്രീം അല്ല, ഐസ്. പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തോന്നില്ല എന്താ പണ്ടെല്ലാം നമ്മൾ സിപ്പപ്പ് വാങ്ങിയില്ല, ആ ഒരു ടേസ്റ്റിനോ എന്തോ ഒരു എസെൻസ് പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു. കാരണം എന്തോ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമായിട്ടില്ല. പിന്നെ നമ്മൾ തിരിച്ചു വന്ന ഭാരത്, അതാണ് എനിക്ക് കാണാൻ വന്നത് ഗൈസ്. നമ്മളൊരു പുതിയ വഴി ട്രൈ ചെയ്തതായിരുന്നു ഗൈസ്. നമ്മളങ്ങനെ ഏതോ ഒരു കാട്ടിലെത്തി ഗൈസ്. ഒരു വീടുണ്ട് ചുറ്റും, പക്ഷെ എന്നാലും കൂടുതലും കാടാണ്. സുഖമില്ല, ഇല്ലെങ്കിലും നടക്കുമ്പോൾ ബേജാറാണ്. ഇതിൽ ഏതൊന്നും വഴി സ്വന്തം വീട്ടിൽ പോകാനുള്ള വഴി അറിയില്ല എന്ന് വിചാരിക്കും ആരോടെങ്കിലും എൻ്റെ വീട് എവിടെയാന്ന് വെച്ചാൽ. അല്ല ഗൈസ്, നമ്മളല്ലേ കഥ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ബസ്സിന് ഇല്ലാണ് നേരെ പോലെ നമ്മൾ ഗൈസ് ബസ്സിൽ കയറിയപ്പോൾ നമ്മളെ ബസ് നിർത്താണ്ട് വേറെ റൂട്ട് നിർത്തി തന്നെ. അങ്ങനെ നമ്മൾ അടക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതുവഴി പോയാൽ നമ്മളെ വീട്ടിലെത്തും. പക്ഷെ എനിക്ക് വയ്യൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ നടന്ന് വീട്ടിലേക്കാകെ കുറച്ച് നടക്കേണ്ടടുത്ത് ഇത്ര പാട് നടക്കേണ്ടി വന്ന്. എത്ര കാടായ കാട് മുഴുവൻ കയറി ഇറങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ വീട് എത്തിയിട്ടുള്ളത്. ഇനി വീട് നടത്തേക്കാന്ന് അള്ളാഹു വയല. കാരണം ഒരുപാട് നടന്നു. ശരിക്കും നമ്മളെ വീട്ടിൽ കുറച്ച് നടക്കുന്നുണ്ട് ബസ് കഴിഞ്ഞാൽ. ഇതെൻ്റെ ഇത്തത്തെയാണ് എനിക്ക് വഴി കാട്ടി തരുന്നത്. ഓക്കെന്നെ ധാരണയില്ല അവളടുത്തേക്കാണ് പോകുന്നത്. ചോളിപ്പത്തും നിറച്ച് 1/2 മണിക്കൂറായി നടക്കുന്നത് ഗൈസ്. ഇതൊക്കെ ഏത് വഴി? അന്നേരം നമ്മളെ നാടാ വരും. നമ്മളെ പള്ളിയല്ലേ വരുന്നത്. ഇനി ഇതേതപ്പം റൂട്ട്? അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഒരു വിധത്തിൽ ഞങ്ങളൊരു പള്ളി കാണുന്നുണ്ട്. ആകെ 2 സെക്കൻഡ് നടക്കേണ്ട സ്ഥലത്താണ് നിന്നെ വീഡിയോ കിട്ടി ഗൈസ്. അങ്ങനെ ഞങ്ങൾ നമ്മളെ വീട്ടിലെത്തി ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ആകെ ഒരു 5 മിനിറ്റായിട്ട് നടക്കണ്ടേ കേസ് ഉണ്ടായിട്ടുള്ളൂ. അതിനാണ് 1/2 മണിക്കൂർ നടത്തിച്ച്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ വന്ന വഴി നാട് ഇത്രയും പാടി നടക്കാനുണ്ടെന്ന് ഇപ്പം മനസ്സിലായി. ഞാൻ എൻ്റെ വീട്ടിലെത്താനായി. ഈ റോഡിൽ കയറി പാടുന്ന എൻ്റെ വീടെത്തി ഗൈസ്. ഇത്രയും കഷ്ടപ്പെട്ട് ഒരു പുറത്തു പോയ അപാരത ലൈഫിലെത്തിയിട്ടാണ് ഗൈസ്. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി ഗൈസ്. ഇതാണ് എൻ്റെ വീട് ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി ഗൈസ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബൈ. അങ്ങനെ ബൈ പറഞ്ഞ് പോകാനായിട്ടില്ല ഗൈസ്. എന്താണെന്നറിയില്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാസം എനിക്ക് എന്താണെന്നുള്ള ഫുള്ള് ഷുഗിളാണെന്ന്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഓടിപ്പോയിട്ടായിരുന്നു ബസ് കിട്ടിയിട്ടുണ്ടായിന്. അവിടെ പോയി നോക്കുമ്പോഴത്തേക്ക് തിരിച്ച് വരുമ്പോൾ പോലത്തെ ഓടിയിട്ട് ബസ് കിട്ടിയത്. ബസ്സാണെങ്കിൽ നിർത്തിത്തന്നത് എവിടെയോ. ബസ് എന്താണെങ്കിൽ ഉപകാരം നോക്കി എന്തോ ഒരു ശകുനം എന്താണെന്ന് എനിക്കറിഞ്ഞൂടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഗൈസ്. ഇത് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് വരുമ്പം ബസ് സ്റ്റോപ്പിൽ നിന്ന് അവിടെ